വിസ ബാധിക്കുകയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിസ റദ്ദായി, സ്പോൺസർഷിപ്പ് റദ്ദായി, ലൈസൻസ് റദ്ദായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ നമ്മൾ ഒരിക്കലും നാട്ടിലോട്ട് കയറ്റിവിടുകയോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും. അതായത് 2 മാസം. ഈ 2 മാസത്തിനുള്ളിൽ നമ്മളൊരു വിസ കണ്ടെത്തണം. അതുവരേക്ക് UK നമുക്ക് ലിവ് ചെയ്യാനുള്ള, UK ജോലി ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതുവരേക്ക് നമുക്ക് UK താമസിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു കാലാവധിയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു ജോലി കണ്ടെത്തിയേ പറ്റൂ. ഒന്നില്ലെങ്കിൽ 60 ദിവസം, അല്ലെങ്കിൽ വിസ കാലാവധി കഴിയുന്നത് എപ്പോഴാണോ അതുവരേക്ക്, അതിൽ ഏതാണോ ആദ്യം വരുന്നത്. ചിലപ്പോൾ വിസ കാലാവധി 35 ദിവസം കൊണ്ട് തീരുവാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയും ഒരു അപകടം ഉണ്ട് കേട്ടോ. എനിക്ക് വായിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് വിസ കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്കാർ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അത് ഗവൺമെൻറ് സഹായവും ലഭ്യമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ താമസിക്കുന്ന കൗൺസിൽ ഉണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന കൗൺസിലിൽ ഇപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള സന്നദ്ധരായിട്ടുള്ള ഗവൺമെൻറ് സംഘടനകൾ, ഒന്നില്ലെങ്കിൽ സിറ്റിസൺസ് അഡ്വൈസ് ബ്യൂറോ ഉണ്ടാവും, അതല്ലെങ്കിൽ ലോക്കൽ കൗൺസിലിനെ സമീപിച്ച് കഴിഞ്ഞാൽ പുതിയ ജോലി കണ്ടെത്താനും അതിനുവേണ്ടി നിയമപരമായിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരാനും ഒക്കെയുള്ള ഒരു ഓഫീസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതായത് കൗൺസിൽ ഓഫീസസ് ഉണ്ട്, കൗൺസിൽ ജോബ് വർക്ക്സ് പറഞ്ഞൊരു ഓഫീസ് ഉണ്ടാവും, അതല്ല എങ്കിൽ ഈ പറഞ്ഞ സിറ്റിസൺ ഹെൽപ്പ് സെൻറ്റർ ഉണ്ടാവും. അതത് കൗൺസിലിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് സദർ കൗൺസിൽ ജോബ് ഹെൽപ്പ് ലൈൻ, അല്ലെങ്കിൽ ജോബ് പ്ലസ് സെൻറ്റർ ഹെൽപ്പ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും അതിന് വേണ്ടിയുള്ള നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും, അതേപോലെ സ്പോൺസർഷിപ്പ് കിട്ടുന്ന ജോലികൾ ഏതൊക്കെയാണെന്നും, അതിന് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും, അതിന് നമ്മൾ CV എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്ന രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് നമ്മളെ കൂടെ നിന്ന് അവർ സഹായിക്കുകയും ചെയ്യും.